മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ്, നിലമ്പൂർ, എടക്കര, ബഹ്റൈൻ. നിലമ്പൂരിൽ മിന്നൽ ചുഴലി നാശം വിതച്ച പ്രദേശങ്ങൾ സന്ദർശിച്ച് ആര്യാടൻ ഷൗക്കത്ത് MLA. ചുഴലിക്കാറ്റിൽ നാശം നേരിട്ടവർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം ലഭിക്കാൻ നടപടി ഉണ്ടാകുമെന്ന് MLA പറഞ്ഞു. മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, ജില്ലാ കളക്ടർ എന്നിവരുമായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ, നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം എന്നിവർ നഷ്ടപരിഹാരം സംബന്ധിച്ച് വേഗത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കും. നിലമ്പൂർ, കരുളായി ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റ് വലിയ നാശനഷ്ടമാണ് വരുത്തിയത്. മുതിരി, പയ്യമ്പള്ളി, ഈയമ്മട ഭാഗങ്ങളിലും കരുളായി, ചെട്ടി, വരക്കുളം ഭാഗങ്ങളിലുമാണ് കഴിഞ്ഞ 6-ന് രാത്രി മിന്നൽ ചുഴലി ആഞ്ഞു വീശിയത്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ അതുപോലെ തന്നെ കരുളായി പഞ്ചായത്തിലുമൊക്കെ വ്യാപകമായി കൃഷിനാശവും വീടുകളുമൊക്കെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ 6-ാം തീയതി ഉണ്ടായ ഈ ചുഴലിക്കാറ്റിൽ. അതിൽ വ്യാപകമായി നാശം സംഭവിച്ച പ്രദേശങ്ങളൊക്കെ ഞങ്ങളോട് സന്ദർശിച്ചു. എൻ്റെ കൂടെ തഹസിൽദാറുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ ഉണ്ട്, ഓവർസിയർമാരുണ്ട്, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറുണ്ട്, കൃഷി ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും വന്ന് ഈ കാര്യങ്ങൾ വിശദമായി വളരെ വേഗത്തിൽ തന്നെ റിപ്പോർട്ട് നടത്തി സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട അടിയന്തരമായ സഹായം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ കാര്യം റവന്യൂ മിനിസ്റ്ററുമായും മുഖ്യമന്ത്രിയുമായും അതുപോലെ തന്നെ കലക്ടറുമായൊക്കെ വളരെ വിശദമായി തന്നെ സംസാരിച്ചു. എത്രയും പെട്ടെന്ന് അതിൻ്റെ റിപ്പോർട്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് സർക്കാരിൻ്റെ ഭാഗത്തുള്ള സഹായങ്ങൾ വളരെ പരമാവധി വേഗത്തിലാക്കാനുള്ളൊരു ശ്രമമാണ് ഉദ്യോഗസ്ഥന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാശമൊന്നും സംഭവിക്കാത്തത് നമുക്ക് വലിയ മഹാഭാഗ്യമെന്ന് വിചാരിക്കാം. കാരണം ആ രൂപത്തിലുള്ള മരങ്ങളാണ് ഓരോ വീടുകളുടെ മുകളിലേക്ക് വീണിരിക്കുന്നത്. അത് നമുക്കൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും ഇത് അടിയന്തരമായി ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ തന്നെയാണ് അല്ലേ, വളരെ വേഗത്തിൽ തഹസിൽദാർ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ കഴിയുന്ന രൂപത്തിലാണ് അതിൻ്റെ നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിലാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലമ്പൂർ തഹസിൽദാർ MP സിന്ധു, കൗൺസിലർ ഷീജ ചന്ദ്രൻ, നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലോളി മെഹബൂബ്, നിലമ്പൂർ വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ, നഗരസഭ AE ഉൾപ്പെടെയുള്ളവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു വീട് പൂർണ്ണമായും 6 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ടെന്ന് നിലമ്പൂർ തഹസിൽദാർ MP സിന്ധു പറഞ്ഞു. പൂർണ്ണമായി തകർന്ന വീടിന് 4 ലക്ഷവും ഭാഗികമായി തകർന്ന വീടുകൾക്ക് നഷ്ടത്തിന്റെ തോതനുസരിച്ച് 40,000 മുതൽ 70,000 രൂപ വരെ നൽകുമെന്ന് തഹസിൽദാർ പറഞ്ഞു. വ്യാപകമായി നശിച്ച കൃഷിയുടെ നാശം കൃഷി വകുപ്പ് പരിശോധിച്ചു വരികയാണ്. A+ വിഷൻ, നിലമ്പൂർ. റാണി എന്നും മഹാറാണി, മഹാറാണി. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ്, നിലമ്പൂർ, എടക്കര, ബഹ്റൈൻ.